ഒരു മുംബൈയിൽ നമ്മുടെ അലീനയുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വയ്ക്കാനായിട്ട് സ്റ്റാൻലി തീരുമാനിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. കാരണം നാളെ നമ്മുടെ വല്യപ്പച്ചൻ ഔതക്കുട്ടി എത്തിച്ചേരുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ മോനെ, നിനക്കെതിരെ ഒരുപാട് ചതികൾ വരാനായിട്ട് പോവുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഒരു തീരുമാനമെടുത്താലേ ശരിയാവുകയുള്ളൂ എന്ന് പറയുകയാണ്. എന്താണ് അപ്പച്ചൻ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും നിൻ്റെ സ്വത്തിൻ്റെ കാര്യമാണ് പറയാനായിട്ടുള്ളത്. നിൻ്റെ സ്വത്ത് അവർ കൈക്കലാക്കാനായിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും നിൻ്റെ സ്വത്ത് മാത്രം മതി എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യണം, അലീനയെ വഴിയാധാരമാക്കാതെ നോക്കണമെന്ന് പറഞ്ഞു വരികയാണ്. എന്താണ് അപ്പച്ച പറഞ്ഞു വരുന്നത്? അതായത് അലീനയ്ക്ക് നീ എന്തെങ്കിലും കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും എന്ന് പറയുന്നു. എൻ്റെ മോളെ എനിക്ക് വെറും കൈയോടെ പുറത്താക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. ഭൂരിഭാഗം സ്വത്തുക്കളും അവർ കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ അലീനയ്ക്ക് കൊടുക്കാൻ ഒന്നും ഉണ്ടാകില്ല നിൻ്റെ കയ്യിലെന്ന് പറയുന്നു. അതിനുവേണ്ട പ്രവൃത്തികളൊക്കെ റീത്ത തുടങ്ങിക്കഴിഞ്ഞു എന്നും സ്റ്റാൻലിയോട് ഔതക്കുട്ടി പറയുകയാണ്. അല്ല പച്ച, എൻ്റെ അനുമതിയില്ലാതെ അവരെങ്ങനെ പൈസയും കാര്യങ്ങളും എൻ്റെ സ്വത്തുക്കളും എഴുതി വാങ്ങും എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടി പറയുന്നുണ്ട്, അതിനായിട്ടുള്ള ചരടുവലികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും നിൻ്റെ സ്വത്തുക്കൾ നിനക്ക് നഷ്ടപ്പെടുമെന്ന് പറയുന്നു. ആ സമയം നിനക്ക് നിൻ്റെ മോളെ ഉണ്ടാവുകയുള്ളൂ എന്നും നീ അതുകൊണ്ട് തന്നെ നിൻ്റെ മോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ, അവളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കണമെന്നും, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും നിനക്കും മുന്നോട്ട് ജീവിക്കാനുള്ള വക കണ്ടെത്തണമെന്നും പറയുകയാണ്. എന്താ അപ്പച്ചൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് സ്റ്റാൻലി പറയുമ്പോൾ, അത് പിന്നെ വേറെ ഒന്നുമല്ലടാ, അലീനയ്ക്ക് സ്വത്തുക്കൾ കൊടുക്കണമെന്ന് തന്നെയാണ്. അതായത് നിൻ്റെ സ്വത്തുക്കൾ നേടിയെടുക്കാനാണ് അവർ വരുന്നത്. അപ്പോൾ നിൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ അലീനയുടെ ആണെന്ന് അവരറിഞ്ഞാലോ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. റീത്തയെയും കൂടാതെ തന്നെയാണെങ്കിൽ നിൻ്റെ ഭാര്യയെയും മക്കളെയും വരച്ച വരയിൽ നിനക്ക് നിർത്തണമെങ്കിൽ അതേ ഒരു വഴിയുള്ളൂ എന്ന് നമ്മുടെ ഔതക്കുട്ടി പറയുകയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തമ തീരുമാനമെന്ന് പറയുന്നു. ഇതേസമയം സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾ സ്വത്തൊന്നും തൻ്റെ പേരിൽ വേണ്ട എന്നും ഒരു രൂപ അധ്വാനിക്കാത്തത് വേണ്ട എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതേ സമയം എൻ്റെ മോനെ, അത് തന്നെ ഒരു പോസിറ്റീവല്ലേ? അതിനർത്ഥം നീ അവൾക്ക് സ്വത്ത് എഴുതി വെച്ചാലും അവൾ ആ സ്വത്തും കൊണ്ട് എവിടേക്കും പോകാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ്. നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഈ പ്രശ്നം തീർന്നു കഴിയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ ആ സ്വത്ത് അവൾ അതുപോലെ തന്നെ എഴുതി തരികയും ചെയ്യും. അവൾക്ക് സ്വത്തിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല എന്ന് എനിക്ക് പണ്ടേ മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ ഈ കാര്യം ഇപ്പോൾ പറയുന്നത് എന്ന് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയം അപ്പച്ചൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ, അത് പിന്നെ റോബിനെ വിളിച്ച റീത്ത ഓരോ കാര്യം പറഞ്ഞത് നമ്മുടെ ഔതക്കുട്ടി സ്റ്റാലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എന്തായാലും അലീന മോളെ ഒന്ന് കാണട്ടെ, നീ എന്താണെന്ന് വിചാരിച്ചാൽ ആലോചിക്കുക എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം സ്റ്റാൻലി വളരെ വലിയ ആലോചനയിലാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് ഔതക്കുട്ടി എത്തിയിരിക്കുകയാണ്. മോളെ, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഔതക്കുട്ടിയെ കണ്ടതും അലീന സന്തോഷത്തോടെ വല്യപ്പച്ച എന്ന് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് വരികയാണ്.
വല്യപ്പച്ചൻ 2 ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എത്ര ദിവസമായി എന്ന് അലീന ചോദിക്കുമ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നേ, അതല്ലേ വല്യപ്പച്ചന് വരാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ വല്യപ്പച്ചൻ വന്നില്ലേ, എൻ്റെ മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷമായി എന്ന് പറയുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വല്യപ്പച്ചനെ ഒരുപാട് മിസ് ചെയ്തു. എനിക്കിവിടെ ആരും ഉണ്ടായില്ല സംസാരിക്കാനോ വർത്തമാനം പറയാനോ തൻ്റെ വാക്ക് കേൾക്കാനോ എന്ന്. ഇതേ സമയം അപ്പോൾ നിനക്ക് ലാലിച്ചനോട് സംസാരിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ റീത്താൻറ്റി വന്നതിന് ശേഷം എല്ലാം പപ്പ എല്ലാ നേരവും മദ്യപാനം ആയിരുന്നെന്നും പപ്പയെ മദ്യപാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ഞാൻ ഉപവാസമെടുത്തിരിക്കുകയാണെന്നും വല്യപ്പച്ചനോട് അലീന പറയുകയാണ് എന്ന് കാണാം. മോളെ, ഇനിയാണ് ശരിക്കും വലിയ യുദ്ധങ്ങൾ വരാനായിട്ട് പോകുന്നത്. നീ നിൻ്റെ ധൈര്യം പരമാവധി പിടിച്ചു വെച്ചോളൂ എന്ന് പറയുമ്പോൾ അതെന്താ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പോൾ ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീ വലിയൊരു പടയുമായിട്ട് നിന്നെ തുരത്താനായിട്ട് വരാനായിട്ട് പോവുകയാണ് എന്ന് ആരോട്, അലീനയോട് വല്യപ്പച്ചൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാൻലി ചിന്തിക്കുകയാണ്, അപ്പച്ചൻ പറഞ്ഞത് തന്നെയാണ് ശരി. എൻ്റെ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ എഴുതി വെച്ചാൽ തനിക്ക് പിന്നെ ഈ റീത്ത എന്ന സ്ത്രീയെയും തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിലയ്ക്ക് നിർത്താൻ കഴിയും. റീത്തയിൽ നിന്നും തൻ്റെ ഭാര്യയെ തൻ്റെ കുടുംബത്തെ തിരികെ പിടിക്കാനായിട്ട് സാധിക്കുമെന്ന് ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാലിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റാലിനാണെങ്കിൽ ആര് പറഞ്ഞത്, നമ്മുടെ വല്യപ്പച്ചൻ പറഞ്ഞത് തന്നെ, അതായത് അപ്പച്ചൻ പറഞ്ഞത് തന്നെ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് അലീനയെ തൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അധികാരിയാക്കാനായിട്ട് സ്റ്റാൻലി തീരുമാനിക്കുന്നു എന്ന് കാണാം. ഇവിടെയാണെങ്കിൽ പടപുരുതാനായിട്ട് നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യ വരണമല്ലോ. സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കുള്ള കാത്തിരിപ്പാണ് എന്ന് കാണാം. അപ്പോഴേക്കും സ്റ്റാൻലി തൻ്റെ സ്വത്തുക്കളെല്ലാം പേര് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നും കാണാട്ടോ. ഇതൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണെന്ന് എല്ലാവരോടും പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത എല്ലാ സ്വത്തുക്കളും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നെത്തുകയാണ്. ഒടുവിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ സ്വത്തുക്കളല്ല എന്നും ഇത് പണ്ടേ ഞാൻ ഇവളുടെ പേരിലാണ് വാങ്ങിയതെന്നും സ്റ്റാൻലി പറയുമ്പോൾ റീത്ത ഞെട്ടിപ്പോവുകയാണ്. ഒടുവിൽ പണം വേണമെങ്കിൽ അലീന കനിയണമെന്ന് തിരിച്ചറിയുന്ന റീത്ത അലീനയോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ചോദിക്കാൻ തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ